മരിച്ചുപോയ മഹാന്മാർ ഔലിയാണ്, CM മടവൂർ ഔലിയാണ്, മമ്പറന്നങ്ങൾ ഔലിയാണ്, മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ പേര് അതിൽ കുപ്പസ്വാമി വരെ ഉണ്ട്. ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് അവരൊക്കെ ഔലിയാക്കളാണെന്ന് പറയുന്നു, അവർക്കൊക്കെ ജാറം കിട്ടുന്നു. അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അവർ ഔലിയാണ്. ഇതെങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റൂ? ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും ഔലിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് മാത്രമേ കഴിയുള്ളൂ. കാരണം വഹി മുഖാന്തരം അള്ളാഹു അറിയിച്ചതനുസരിച്ച്. ഇനി ഒരാൾ ഔലിയാണോ, എന്താണ് ഈ ഔലിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. സൂറത്ത് യൂനുസിൽ നോക്കുക. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ശ്രദ്ധിക്കുക, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ മിത്രങ്ങളാരോ. അള്ളാഹുവിൻ്റെ മിത്രം, ഔലിയ എന്നുള്ള വലിയ എന്നുള്ള വാക്കിന് അള്ളാഹുവിൻ്റെ മിത്രം എന്നാണ് പറയുന്നത്. ഇനി ഔലിയാവ് ഷെയ്ത്താനുണ്ട്, ഷെയ്ത്താൻ്റെ പണികൾ ചെയ്യുന്നവന് ഔലിയാവ് ഷെയ്ത്താൻ പിശാചിൻ്റെ മിത്രമാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല ഈ ലോകത്തും പരലോകത്തും. അവരെ അള്ളാഹു സഹായിക്കും. ഇനി ആരാണവർ? അവരുടെ ക്വാളിറ്റി എന്താ? ഔലിയാക്കളെ ക്വാളിറ്റി എന്താ? എങ്ങനെയാണ് പറഞ്ഞാൽ പോരല്ല. കുറേ പച്ച ഷാളും വലിയൊരു താടിയും മുടിയും എല്ലാം കൂടി ജടപിടിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നവൻ ഔലിയാവോ? ഇവിടെ നോക്കണം. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരെത്രേ അവർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പന കറക്റ്റായിട്ട് നമസ്കരിക്കും, കൃത്യമായി നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഫർദായ കർമ്മങ്ങൾ നല്ല വൃത്തിയോടുകൂടി നടക്കുക, അതുപോലെ കുളിക്കുക. ഇന്ന് പറയുന്ന CM മടവൂരടക്കം നിങ്ങളൊന്ന് നോക്കണം, ഞാൻ ഒന്നും പറയുന്നില്ല, ഓക്കെ? നിങ്ങൾ നോക്കണം എങ്ങനെ ഔലിയാവും. ഇതാണ് ക്വാളിറ്റി. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അദ്ദേഹം നിസ്കരിക്കില്ല, മദീനത്ത് നിസ്കരിക്കുന്ന ഇവിടെ നടക്കില്ല. അതൊക്കെ വെറും കിട്ടുകഥകളാണ്. ഇവിടെ നോക്കുക, മതത്തിൻ്റെ ചിട്ടകളൊന്നും പാലിക്കാതെ വെടിപ്പും വൃത്തിയുമില്ലാതെ ചില ഹാവഭാവങ്ങളുമായി ഔലിയ വേഷം കെട്ടി നടക്കുന്ന ചിലരുണ്ട്. അവരൊന്നും അള്ളാഹുവിൻ്റെ മിത്രങ്ങളിൽ പെടില്ലെന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. പോരെ, ഇനിയിപ്പോൾ അവർ ഔലിയവനാട്ടെ, ആരെ പറഞ്ഞ് അവരെ ജാറം കെട്ടിയിട്ട് അവിടെ പോയി ചോദിക്കാനും അവിടെ പോയി അവരെ ഹക്ക് ചായ അവരെങ്ങനെ വലിയായി? ഈ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർ അള്ളാഹു ഇബാദത്ത് ചെയ്ത് റസൂലിന്റെ സുന്നത്തനുസരിച്ച് ജീവിച്ച് ശിർക്ക് ചെയ്യാതെ അറത്തിപ്പോവാതെ, അതുകൊണ്ടാണ് അവർ വലിയായത്. നിങ്ങൾ പറയുന്ന പോലെ വലിയാണെങ്കിൽ തന്നെ പിന്നെ ഇങ്ങനെ അവരെ പിന്നാലെ നമ്മൾക്ക് കിടക്കാൻ പറ്റൂ? അതെന്ത് ലോജിക്കാണ്? ആരാണോ ഇന്ന ആളെ എന്നെ സഹായിക്കും, യാഹുന്തങ്ങൾ സഹായിക്കും, ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ മതി, അവിടെ പോകണമെന്നില്ല. എൻ്റെ ഈമാൻ പോയി, എൻ്റെ അമലുകൾ കഴിഞ്ഞു. അതല്ല പറയുന്നത്. 90 കൊല്ലം നിങ്ങൾ അമൽ ചെയ്തിട്ടും മരിക്കുന്നതിനൊരു 5 സെക്കൻഡ് മുമ്പ് നിങ്ങൾ റസൂലുള്ളാഹി എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 കൊല്ലം പോയി, സീറോ ആയി. بمعنى من أشرك مع الله عز وجل ومات ولم يتب فإن أعماله الصالحة محبطة كلها. تخيلوا لو عاش الإنسان 70 80 90 سنة قضاها جميعا في طاعة الله، في قيام وصيام وذكر وحج وعمرة وصلاة في المسجد وحرص على الصف الأول وسنن الرواتب وإلى آخره. 90 سنة وهو على الجادة. في آخر 30 ثانية من حياته قبل خروج روحه قال يا رسول الله المدد، ومات. كم الوقت الذي استغرقته في قولي يا رسول الله المدد؟ 2 ثانية. طيب إيش نتيجة 2 ثانية؟ إيش تأثير 2 ثانية على 90 سنة من العمل الصالح يا إخوة؟ ها؟ النتيجة 0، لا شيء. هذا ليس كلام، هذا كلام الله. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ومن أصدق من الله قيلا. هذا كلام الله. والله إن 90 سنة لا قيمة لها. تخيلوا جملة في 2 ثانية تقضي بالبطلان على 90 سنة من الأعمال الصالحة. قطرة من الشرك تفسد بحارة من الأعمال.